അപ്പോ നമുക്കിത് നോക്കാനായിട്ടുള്ളത് ചാപ്റ്റർ 19 ആണ്. സംസ്ഥാന തലഭരണം. അപ്പം ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്താണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാല് നമ്മുടെ ഗവർണറെ പറ്റിയിട്ടും ഗവർണറുടെ യോഗ്യതകളെ പറ്റിയിട്ടും ഗവർണറുടെ അധികാരത്തെ പറ്റിയിട്ടൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഗവർണർ ആരാണ് നിയമിക്കുന്നതെന്ന് ചോദിച്ചാല് നമ്മുടെ പ്രസിഡന്റ് ആണ് ഗവർണറെ നിയമിക്കുന്നത്. ഗവർണർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് കടമകൾ ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സെങ്കിലും പൂർത്തിയായിരിക്കണം, വേറൊരു സ്ഥലത്ത് നിന്നും വേറൊരു വേതനമൊന്നും ലഭിക്കാനായിട്ട് പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഗവർണറുടെ യോഗ്യതകളിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം ഗവർണറുടെ അധികാരത്തെ പറ്റി നോക്കാം. ഗവർണറുടെ അധികാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗവർണർക്ക് മൂന്ന് തരത്തിലുള്ള അധികാരങ്ങളാണ് ഉള്ളത്. ഒന്നാമത് വരുന്നതെന്ന് പറയുമ്പോൾ ഭരണനിർവഹണ അധികാരം. ഭരണനിർവഹണ അധികാരം എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ മുഖ്യമന്ത്രിയും ബാക്കിയുള്ള മന്ത്രിമാരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? നമ്മുടെ ഗവർണറാണ്. നമ്മുടെ ധനകാര്യ കമ്മീഷനെ, നമ്മുടെ അഡ്വക്കേറ്റ് ജനറലിനെ ഒക്കെ നിയമിക്കുന്നത് ആരാണ്? നമ്മുടെ ഗവർണറാണ്. ഗവർണറുടെ നിയമപരമായിട്ടുള്ള അധികാരങ്ങൾ എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ നിയമസഭ, നമ്മുടെ വെറും നിയമസഭയല്ല, നമ്മുടെ സംസ്ഥാനങ്ങളുടെ നിയമസഭ വിളിച്ചു കൂട്ടുക, പിരിച്ചുവിടുക, നിർത്തിവെക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഗവർണറാണ്. മാത്രമല്ല, എന്തെങ്കിലും ഒരു ബില്ല് അംഗീകരിച്ചത് നിയമമാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഗവർണർ സംബന്ധിക്കണം. ഗവർണർ അംഗീകരിക്കാതെ എന്ത് ചെയ്യത്തില്ല? ഒരു ബില്ലും എന്താവത്തില്ല? നിയമമായിട്ട് മാറത്തില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗവർണറുടെ നിയമപരമായിട്ടുള്ള അധികാരങ്ങളിൽ വരുന്നത്. പിന്നെ നമുക്ക് നോക്കാം എന്താണ് ഗവർണറുടെ പൊതുധനവിനിമയ അധികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ധനകാര്യ ബില്ലുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ ഗവർണറുടെ അനുവാദം ഇല്ലാതെ നിയമസഭയിൽ എന്താണ് അവതരിപ്പിക്കാനൊന്നും പാടില്ല. ഇപ്പം അടുത്ത ആഴ്ചയിൽ അവതരിപ്പിക്കാൻ പോവുകയാണെങ്കിൽ നേരത്തെ പറയണം, ഗവർണറെ ഞങ്ങൾ അടുത്ത ആഴ്ച ധനബില്ല് അവതരിപ്പിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് ഓക്കെ ആണോ? അപ്പൊ എന്താണ് ഗവർണർ എല്ലാം വായിച്ചു നോക്കിയിട്ട് അംഗീകരിക്കാതെ എന്ത് ചെയ്യത്തില്ല? നിയമസഭയിൽ അവതരിപ്പിക്കാനായിട്ട് പാടില്ല. പിന്നെ എന്താണ് ഗവർണറുടെ വിവേചനാധികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചില സാഹചര്യങ്ങളിൽ എന്താണ് മന്ത്രിമാരുടെ അനുവാദം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഗവർണർക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കാം മന്ത്രിമാരുടെയും മന്ത്രിസഭയുടെയും അധികാരം. നമ്മുടെ മന്ത്രിമാരിൽ ഏറ്റവും ഹെഡ് ആരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പം മുഖ്യമന്ത്രിയാണ് നമ്മുടെ സംസ്ഥാന ഭരണ തലവൻ എന്ന് പറയുന്നത്. അപ്പം ഇയാൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇയാള് ബാക്കിയുള്ള മന്ത്രിമാർക്ക് അവരവരുടെ എന്താണ് വകുപ്പുകൾ പറഞ്ഞു കൊടുക്കുക, നിയമസഭയിൽ അധ്യക്ഷത വഹിക്കുക, അതേപോലെ തന്നെ ബില്ലുകളെല്ലാം അംഗീകരിക്കുന്നത് ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് സർവദേശീയ വോട്ടവകാശം. ഒന്നുമില്ല. സർവദേശീയ വോട്ടവകാശം എന്ന് ചോദിച്ചാല് നമുക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഇന്ത്യൻ പൗരന് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനെയാണ് നമ്മൾ സർവദേശീയ വോട്ടവകാശം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് കീഴ്ക്കോടതി. കീഴ്ക്കോടതിയെ മൊത്തത്തിൽ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് സിവിൽ കോടതി. സിവിൽ കോടതി എന്തോന്നാണ്? നമ്മുടെ തർക്കങ്ങളെല്ലാം പരിഹരിക്കുന്നത് സിവിൽ കോടതിയിലായിരിക്കും. രണ്ടാമത് വരുന്നത് ക്രിമിനൽ കോടതി. ക്രിമിനൽ കോടതി ക്രിമിനൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ലൈക്ക് മോഷണം, പിടിച്ചുപറി, കൊലപാതകം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് എവിടെയായിരിക്കും? കീഴ്ക്കോടതിയിലായിരിക്കും. പിന്നെ വരുന്നത് റവന്യൂ കോടതി. റവന്യൂ കോടതികൾ എന്ന് പറയുമ്പോൾ റവന്യൂ ബോർഡുകളും അതേപോലെ തന്നെ റവന്യൂ പരമായിട്ടുള്ള ഇപ്പൊ നമ്മുടെ ലൈസൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ വണ്ടിയൊക്കെ ഓടിക്കില്ല, ഇതൊക്കെ പിടിക്കുന്നത് എവിടെയാണ്? നമ്മുടെ റവന്യൂ കോടതിയിലാണ്. പിന്നെ വരുന്നത് റിട്ട്. റിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൗലിക അവകാശങ്ങൾ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സംരക്ഷിക്കാനായിട്ട് ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന ഒന്നാണ് റിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോ എന്താ ഇത്രയും കാര്യങ്ങളാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കാനായിട്ട് നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു 19ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്.